പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കപ്പപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഈ കപ്പ നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെ. എപ്പോഴും നമ്മൾ അരിപ്പുട്ട് തന്നെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്കിതുപോലെ കപ്പയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് മുഴുവനായിട്ടും നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയാണ് വേണ്ടത്. അതും കൂടെ ഒന്ന് ചിരകിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കപ്പ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അറിയാലോ, ഇതിലത്തെ വിഷാംശങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഇതിലത്തെ പാല് മുഴുവൻ ഇതുപോലെ കളഞ്ഞിട്ട് എടുക്കുകയാണ്. അങ്ങനെ മുഴുവനായിട്ടും നമ്മളിതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ആ ബൗളിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്നുകൂടെ പിഴിഞ്ഞെടുക്കുകയാണ്. ഇതിന് മുമ്പും ക്യാരറ്റ് പുട്ടിൻ്റെ അതുപോലെ തന്നെ ഗോതമ്പ് പുട്ടിൻ്റെ ഒക്കെ റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനലിൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി ഇതുപോലെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ നമ്മുടെ കപ്പ മുഴുവനായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ പിഴിയണ പോലെ ഉണ്ടല്ലേ, പക്ഷേ ഈ പാല് നമുക്ക് കളയാനേ പറ്റുള്ളൂ, കാര്യം വിഷമാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ കപ്പ മുഴുവനായിട്ട് ഇതുപോലെ നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കണ അരിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളാണ് ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അതിനുശേഷം കുറച്ചുകൂടെ നമുക്ക് ഈ കപ്പയിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആക്കണം തോന്നിയപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ പുട്ടുപൊടിയൊക്കെ കുഴക്കും പോലെ തന്നെ നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു 10 മിനിറ്റോളം അതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഈ കപ്പയിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ലൂസായിട്ടുണ്ടോ അതോ ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ അടുപ്പ് മാറ്റിയിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് നമുക്ക് വേണ്ട പരുവം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഒരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാമല്ലേ. അതിനായിട്ട് പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. പുട്ടുപാനിയിൽ 3/4 ഭാഗത്തോളം വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റിയിൽ നമ്മൾ 1 ടേബിൾ സ്പൂണോളം തേങ്ങ, 2 ടേബിൾ സ്പൂണോളം നമ്മൾ കപ്പ ഇതുപോലെ മിക്സ് ചെയ്തതും, അങ്ങനെ മുഴുവനായിട്ടും നമ്മൾ 1 സ്പൂണോളം തേങ്ങ, 2 ടേബിൾ സ്പൂണോളം കപ്പ മിക്സ് ചെയ്തതും കൂടെ ഇതുപോലെ കുറ്റിയിൽ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളത് ഗ്യാസിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 15 മിനിറ്റോളമാണ് നമുക്കിത് വേവാനായിട്ട് വന്നിട്ടുള്ളത്. ഒരു കപ്പയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൊണ്ട് നമ്മൾ 1.5 കുറ്റി പുട്ടിനുള്ള പൊടിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കി വന്ന പൊടി കൊണ്ട് ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതും ഇതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം തേങ്ങ, 2 ടേബിൾ സ്പൂണോളം പൊടിയിട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കറിൽ കറി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിലൊരു 10 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് ഈ ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുള്ളത്. ഇനി അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിരട്ടപ്പുട്ടും അതുപോലെ തന്നെ പുട്ടുകുറ്റിയിൽ വേവിച്ചതുമായിട്ട് 2 എണ്ണമാണ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. കറിയൊന്നും കൂടാതെ ഇതുപോലെ തന്നെ ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നോൺ വെജ് കറികളും ഒക്കെ ഇതിലേക്ക് കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.